ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഫേമസ് ബംഗാളി ഡെസേർട്ടായ റസ്മലായി ഉണ്ടാക്കിയാലോ. ബംഗാളിൽ വളരെ പോപ്പുലറും ഡെലീഷ്യസുമായിട്ടുള്ള റെസിപ്പിയാണത്. ബംഗാളിയിലെ റോഷ്മലായി എന്നറിയപ്പെടുന്ന ഈ ഒരു റസ്മലായി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് തന്നെ റെഡി കുക്ക് റസ്മലായി മിക്സാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഈ ഒരു പാക്കറ്റിൻ്റെ പുറകിലായി തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് 1 ലിറ്റർ പാലാണ്. ആ 1 ലിറ്റർ പാല് പാത്രത്തിലേക്ക് എടുത്ത ശേഷം അതിലേക്കായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കായിട്ട് 5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ഡെസേർട്ട് റെസിപ്പി ആയതുകൊണ്ട് തന്നെ മധുരമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. പാലൊക്കെ അത്യാവശ്യം തിളച്ച് നല്ലോണം കുറുകി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് റസ്മലായി മിക്സ് എടുത്ത് അത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മിക്സും വേണമെങ്കിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഈ ഒരു പാക്കറ്റിനകത്ത് തന്നെ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം ചേർക്കാനായിട്ട് ഒരു മുട്ട കൂടെ ആവശ്യമുണ്ട്. അതൊന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതെടുത്തിട്ട് ആ ഒരു പൊടിയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം വേണ്ടത് ഗീ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം മിൽമ ഗീ ആണ് എടുക്കുന്നത്. നെയ്ക്ക് പകരമായിട്ട് ബട്ടറും യൂസ് ചെയ്യാം. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത്. നെയ്യ് നല്ലോണം കട്ടയായിരിക്കുന്നതുകൊണ്ട് അത് ഉരുക്കിയെടുക്കാം ആദ്യം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈകൊണ്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് നല്ലോണം കുറുക്കി വരട്ടെ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കത് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്കായിട്ട് സാഫ്രൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ടാണ് സാഫ്രൺ ചേർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ നെയ്യ് ഇവിടെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പൗഡർ മിക്സ് കൈകൊണ്ട് കുഴക്കുന്ന സമയത്ത് നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുഴക്കുന്നതിന് മുമ്പേ തന്നെ കയ്യിൽ കുറച്ച് ഗീയൊക്കെ തടവിയിട്ട് കുഴക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം നല്ലോണം കുഴച്ച് സെറ്റാക്കിയ ശേഷം അതിൽ നിന്ന് ഓരോ ബൗളായിട്ടെടുത്ത് ഈ ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ പാല് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. 8-10 ബദാമും പിസ്തയും ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മിക്സിൻ്റെ ഒരു പാക്കറ്റിൽ തന്നെ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കൂടുതൽ നട്ട്സ് ഇടുകയാണെങ്കിൽ കഴിക്കുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. സാഫ്രൻ ചേർത്തപ്പോൾ ഈ ഒരു കളറും ലൈറ്റ് യെല്ലോ കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ കൈ കൊണ്ട് കുഴച്ച മാവ് മൊത്തം ഇങ്ങനെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിലുള്ള ബൗളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അത് ഉടനെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പാലിലേക്ക് ഇടുന്ന ടൈമിൽ തീ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം. എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ബോൾസൊക്കെ ഇങ്ങനെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം.
ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പാലും മൊത്തം ആ ഒരു ബോൾസിനകത്തേക്ക് അബ്സോർബ് ആയിട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഷേപ്പിന് മാറി വലുതായിട്ട് വരും. ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഈ ഒരു ബോൾ പൊട്ടിപ്പോകാതെ തന്നെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം 3-4 മിനിറ്റോളം നമുക്കിങ്ങനെ കുക്ക് ചെയ്യാം. നമ്മൾ ഇട്ട ഒരു ബോൾസിൻ്റെ 4 ഇരട്ടി വലിപ്പം വരെ ഇതാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. അത് ചെറിയ ബോൾസാണ്. ഇപ്പോൾ നോക്കിയേ ഒരു ഇഡലി പരുവമായിട്ടുണ്ട്. 4 മിനിറ്റോളം തിരിച്ച് 4 മിനിറ്റോളം മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്ത ശേഷം നമ്മുടെ റസ്മലായി ബോൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇനി അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. ചെറിയൊരു സൈസിലിട്ട സാധനം ഇപ്പോൾ നോക്കി എത്ര വലുതായി വന്നിരിക്കുന്നു എന്ന്. ഇതെല്ലാം ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചൂടൊക്കെ മാറി നിന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം തണുപ്പിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ പറയാനുള്ളത് ഈ ഒരു പാക്ക് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാതെ തന്നെ ഈ ഒരു മിക്സ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് പാലെടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അത് പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്കായിട്ട് വിനേഗറോ അല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിരിഞ്ഞു വരുന്ന പാലെടുത്ത് ഒരു വൃത്തിയുള്ള തുണിയിൽ അരിച്ചെടുത്ത് നല്ലോണം വെള്ളമൊക്കെ പോയ ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ നെയ്യും മുട്ടയൊക്കെ ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബംഗാളി റസ്മലായി റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.